മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഞാൻ അതിന്റെ പരിഭാഷ പൂർണ്ണമായിട്ട് വായിച്ചു കേൾപ്പിക്കാം. പ്രധാനമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 30 സെക്കൻഡ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യാം. ഹിന്ദിയിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ പരിഭാഷയാണ് പൂർണ്ണമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. ഓരോ ആളുകളും വോട്ടു ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ ഒരുപാട് തവണ ചിന്തിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ പുണ്യമായ ശബരിമലയിൽ പോലും കൊള്ള നടത്തി മുന്നോട്ട് പോകുന്നവരാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് പെണ്ണ് കേസിൽ പെട്ടിട്ട് ഒന്ന് തല ഉയർത്തി പോലും ഒരു കോൺഗ്രസ്സുകാരനും മുന്നോട്ട് പോവാൻ പറ്റാത്ത ഒരു ഗതികെട്ട അവസ്ഥയിൽ പെണ്ണ് കേസിൽ പെട്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം, ഔദ്യോഗിക പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ഈ വലതിനും ഇടതിനുമല്ലാതെ മറ്റൊരാൾക്ക് വോട്ടു ചെയ്യാ എന്ന് പറയുമ്പോഴേക്ക് ഇവിടെ ആളുകൾ ചാടി വീണ് പറയും, ഓ മുസ്ലിം വിരുദ്ധമാണ് എന്ന്. അതാരാ പറയുന്നത്? തീവ്ര ചിന്താഗതിക്കാർ. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് എന്നാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് കേട്ടു, ചെറിയൊരു ഭാഗ്യം കൊടുക്കുന്നുള്ളൂ, അതിനുശേഷം പരിഭാഷ വായിച്ചു കേൾപ്പിക്കും. मैं आज पहली बार कह रहा हूँ, मैं कभी पहले कभी इन विषयों को लिया, मैं मुस्लिम समाज को कह रहा हूँ, उनके पढ़े लिखे लोगों को कहता हूँ, आत्ममंथन करिए, सोचिए, देश इतना आगे बढ़ रहा है, अगर कमी आपके समाज में महसूस होती है तो क्या कारण है? सरकार की നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതിന്റെ പരിഭാഷ പൂർണ്ണമായിട്ടുള്ളതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ മുമ്പൊരിക്കലും മുസ്ലിം സമൂഹത്തോട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അവരുടെ വിദ്യാസമ്പന്നരായ ആളുകളോട് ആത്മപരിശോധന നടത്താൻ ഞാൻ പറയുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യം വളരെയധികം പുരോഗമിക്കുകയാണ്. നിങ്ങളുടെ സമൂഹത്തിൽ എന്തെങ്കിലും കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? കോൺഗ്രസ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രയോജനം ലഭിച്ചില്ല? കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ദുരവസ്ഥ അനുഭവിച്ചിട്ടില്ലേ? കുറച്ച് ആത്മപരിശോധന നടത്തുക. നിങ്ങളുടെ മനസ്സിലുള്ളത് ഇതാണ്: ഞങ്ങൾ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരും, ഞങ്ങൾ അവരെ നീക്കം ചെയ്യും. നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിച്ചോ? നമ്മുടെ രാജ്യത്തെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ സമുദായം നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരിക, എന്നിട്ട് അവർക്ക് തോന്നിയതുപോലെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ തീവ്ര ചിന്താഗതിക്കാരുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും തുറന്നു പറയുന്നു. അതാണ് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും പ്രശ്നമുണ്ടാക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. തുടർന്നു നോക്കാം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുകയാണ്. ലോകമെമ്പാടും മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്ക് പോകുന്നു. എനിക്ക് വ്യക്തിപരമായി വളരെയധികം ബഹുമാനം അവിടെ ലഭിക്കുന്നു, ഭാരതത്തിനും ലഭിക്കുന്നു. മുസ്ലിം സമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തെ കുറിച്ചെങ്കിലും ചിന്തിക്കുക. സ്വന്തം ഭാവിയെ കുറിച്ച് ചിന്തിക്കൂ. ഒരു സമൂഹവും കടക്കണിയിലായ വേലക്കാരനെ പോലെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഔദ്യോഗിക സിലബസിൽ യോഗ ഒരു വിഷയമാണ്. ഞാൻ യോഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയും അത് മുസ്ലിം വിരുദ്ധ സ്കൂളുകൾ നടത്തുന്നതാണെന്ന്. ഞാൻ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന എല്ലാ ധനികരുടെയും അടുക്കലേക്ക് ഞാൻ പോകുന്നു. അവർ ഉച്ചഭക്ഷണത്തിലോ അത്താഴത്തിലോ യോഗയെ കുറിച്ച് എന്നോട് ചോദിക്കുന്നുണ്ടാകും. യോഗക്കുള്ള പരിശീലനം എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം? എന്റെ ഭാര്യ വർഷത്തിൽ 1 മാസം യോഗ പഠിക്കാൻ ഇന്ത്യയിലേക്ക് പോകുന്നുവെന്ന് ഒരാൾ പറയുന്നു. അവർ ഭാരതത്തിൽ വർഷത്തിൽ 1 മാസം താമസിക്കുന്നുണ്ടെന്ന് അയാൾ പറയുന്നു. ധനികരുടെ ഭാര്യമാർ അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ വരുന്നു. മുസ്ലിങ്ങൾ യോഗയെ ഒരു ഹിന്ദു മുസ്ലിം കാര്യമാക്കി മാറ്റി. ഇപ്പോൾ ഇത് മുസ്ലിം സമൂഹത്തോട് കുറഞ്ഞത് അവരുടെ കുട്ടികളുടെ ജീവിതത്തെ കുറിച്ചെങ്കിലും ചിന്തിക്കാനും അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തുന്നു. നീ BJP പറയുന്നത് പോലെ ഇരിക്കാനും എഴുന്നേൽക്കാനും തുടങ്ങിയാൽ BJPക്കാർ നിന്നെ പുറത്താക്കും. ആരാണ് നിന്നെ പുറത്താക്കുക? BJP ആരെയാണ് തടയുന്നത്? എത്ര വ്യക്തവും ശക്തവുമായ നിലപാടാണ്
നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നത്? എത്ര കൃത്യമായിട്ട് യോഗയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ തീവ്ര ചിന്താഗതിക്കാർക്ക് യോഗ എന്ന് പറയുമ്പോഴേക്ക് അത് ഹിന്ദു മുസ്ലിം വിഷയമാക്കിയിട്ടാണ് ഈ തീവ്ര ചിന്താഗതിക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് രാജ്യത്തെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നൊരു ഏതൊരു വിഷയം ഇതുപോലെ എടുത്താലും തീവ്ര ചിന്താഗതിക്കാര് ഇതുപോലെ കുളം തോണ്ടി ഭിന്നിപ്പിച്ച് ഓരോരോ പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ് നമ്മുടെ രാജ്യത്ത് തീവ്ര ചിന്താഗതിക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അതേസമയം രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളോട്, സാധാരണ മുസ്ലിങ്ങളോട് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു, രാജ്യത്തിനൊപ്പം നിങ്ങളും വളരണം. രാജ്യത്ത് പ്രഖ്യാപിക്കുന്ന എല്ലാ പദ്ധതികളും എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഏതൊരു പദ്ധതി എടുത്തു നോക്കൂ, PM കിസാന്, അതേപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ്, ഏത് പദ്ധതി എടുത്താലും ഒരു പദ്ധതിയിൽ പോലും മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നില്ല. ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ മുത്തലാഖ് നിരോധിച്ചോ? ഈ മുത്തലാഖ് നിരോധിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ ഉയർത്തിപ്പിടിക്കുന്നത്? എന്റെ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളെ കറിവേപ്പില പോലെ വലിച്ചെറിയാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം. നമ്മുടെ രാജ്യത്ത് മറ്റു മതങ്ങളില്ലേ, ഒരുപാട് മറ്റു മതങ്ങളുണ്ട്. ആ മതങ്ങളിലൊന്നും തന്നെ മുത്തലാഖ് എന്ന് പറഞ്ഞ് ഒരു രേഖ പോലും ഇല്ലാതെ തോന്നിയതുപോലെ വായ കൊണ്ട് പറഞ്ഞ് അങ്ങ് വലിച്ചെറിയുന്ന ഒരു സംവിധാനമില്ല. അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിലും പാടില്ല, അത് നിരോധിച്ചിരിക്കുന്നു. ഇപ്പൊ അതൊക്കെ നിരോധിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പള്ളിയിലെ ഉസ്താദുമാര് പോലും അവരുടെ മക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോ മുത്തലാഖ് ചെല്ലിയതിനെതിരെ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇതൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി, മുസ്ലിം സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നരേന്ദ്രമോദി നടപ്പിലാക്കിയ. ഇതിനും ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ എന്താ വിളിച്ചോറ്? ഓ, മുസ്ലിങ്ങൾക്കെതിരെയോ ഇത് മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിച്ചതല്ലേ. ഇനി ഏക സിവിൽ കോഡ് വരുന്നു, ആർക്ക് വേണ്ടിയാ? ഇത് പ്രധാനമായിട്ട് ആർക്കാ ഗുണം കിട്ടുന്നത്? മുസ്ലിം സ്ത്രീകൾക്കില്ലേ. അതായത് മാതാവിന്റെയും പിതാവിന്റെയും സ്വത്ത്, കുടുംബ സ്വത്ത് വീതം വെക്കുമ്പോൾ പോലും അതിൽ തുല്യത വേണമെന്നാ പറയുന്നത്. ഈ തുല്യത ഇല്ല എന്നൊക്കെ പറയുന്നതിന് ഇവിടെ ഒരുപാട് ആൾ ന്യായീകരിക്കുന്നതാണ്. ഓ, അത് ആങ്ങളമാരും പിതാവൊക്കെ കൂടിയാണല്ലോ കല്യാണമൊക്കെ കഴിപ്പിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സകലതും സഹായിക്കുന്നില്ലേ, ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതേസമയത്ത് ഈ മതം ഉണ്ടായ സ്ഥലത്ത് ഈ സ്ത്രീകൾക്ക് ഇങ്ങോട്ടേക്കാ ക്യാഷ് കിട്ടുക. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ നേരെ തിരിച്ച്, ഇവിടെ ഒക്കെ തല തിരിഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് ഇത്തരം കുറച്ച് കാര്യങ്ങൾ. ഇതൊന്നും ഏക സിവിൽ കോഡ് വരുന്നതോട് കൂടിയിട്ട് തുല്യമായിട്ട് സ്വത്തും വീതം വെച്ചോളൂ. ഇതൊക്കെ തന്നെ 2, 3, 4 പെണ്ണ് കെട്ടുന്ന സംവിധാനം ഏക സിവിൽ കോഡ് വരുന്നതോട് കൂടി നിൽക്കൂ. ഇതാർക്കാ ഗുണം? മുസ്ലിം സ്ത്രീകൾക്കല്ലേ. മുസ്ലിം സ്ത്രീകൾക്ക് തന്നെ നേരിട്ട് കിട്ടുന്ന ഗുണല്ലേ. ഇതൊക്കെ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോഴേക്കോ മതത്തിനെതിരെയാണെന്ന്. ഇതുണ്ടായ സ്ഥലത്ത് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നത് പോലെയാണ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ മത്സരിക്കുക, അവരുടെ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങൾ കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു കൊടുക്കുക. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യം നമ്മുടെ പ്രധാനമന്ത്രിക്ക് പരമോന്നത പുരസ്കാരം കൊടുക്കാൻ ബാക്കിയുണ്ടോ? സൗദി അറേബ്യയൊക്കെ മത്സരിച്ചു കൊടുക്കുക, UAE മത്സരിക്കുക നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും അദ്ദേഹത്തെ ഒരു അവിടേക്കൊന്ന് എത്തിക്കാനും മത്സരിക്കുക. അങ്ങനെ മുസ്ലിം സമുദായത്തിനെതിരെ നിൽക്കുകയാണെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇങ്ങനെ വിളിക്കുമോ? ഇത് ഓരോ ആളുകളും തിരിച്ചറിയാം. ഇവിടെ തീവ്ര ചിന്താഗതിക്കാർക്കൊരു അജണ്ടയുണ്ട്. പ്രധാനമന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞു, അവര് നിയന്ത്രിക്കുന്ന, അവര് പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഭരണമാണ് അവരുടെ ലക്ഷ്യം. അതിലൂടെ അവർ രാജ്യത്തെ കുട്ടിച്ചോറാക്കലുമാണ് ലക്ഷ്യം വെക്കുന്നത്. അതൊക്കെ പ്രധാനമന്ത്രിക്കും നന്നായിട്ട് അറിയാം. അവരെയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങള്, ലോകത്ത് ബോധമുള്ള, നമ്മുടെ രാജ്യത്ത് ബോധമുള്ള സകല മനുഷ്യരും തീവ്ര ചിന്താഗതിക്കാരെ എതിർത്തേ പറ്റൂ. അവരപകടമാണ്, നാടിന് അപകടമാണ്. ലോകത്ത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക ജിഹാദിസത്തെ, ഭീകരവാദത്തെ, തീവ്രവാദത്തെ ശക്തമായിട്ട് നമ്മൾ എതിർക്കണം. അത് എതിർത്തില്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നെ അപകടമാണ്. അത്തരം ആളുകളോട് ശക്തമായി എതിർത്ത് നിന്നിട്ടില്ലെങ്കിൽ യൂറോപ്പിന്റെ അവസ്ഥ നമ്മുടെ രാജ്യത്ത് വരും. ഒരു സംശയവും തർക്കവും വേണ്ട. നമ്മുടെ ഭരണാധികാരികള് തീവ്രവാദത്തെ, ജിഹാദിസത്തെയാണ് എതിർക്കുന്നത്, ഒരു മതത്തെയും എതിർക്കുന്നില്ല. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം. ഇവിടെ ഒരു വിവേചനം ഇവിടെ ഇല്ല. പക്ഷെ തീവ്ര ചിന്താഗതിക്കാരോ ഭയപ്പെടുത്തുക, പൗരത്വം തുടങ്ങിയ സമയം മുതൽ ഭയപ്പെടുത്തുക. എത്ര കൊല്ലമായി നരേന്ദ്രമോദി ഇവിടെ ഭരിച്ചു മുന്നോട്ട് പോകുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലല്ലേ? ഇതൊക്കെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല ആളുകളും തിരിച്ചറിയാം.
വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കള്ളന്മാർക്കും പെണ്ണുപിടിയന്മാർക്കുമാണോ വോട്ട് ചെയ്യേണ്ടത്? അതല്ല, രാജ്യത്തെ ഒരേപോലെ എല്ലാവരെയും ഒരുമിച്ച് കൈപിടിച്ച് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനത്തിനാണോ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ ആളുകളും 1000 തവണ ചിന്തിക്കുക.